ഹായ് ഓൾ, ഗുഡ് മോർണിംഗ്. അപ്പൊ നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് സാമ്പിളിങ്ങിനെ കുറിച്ചാണ്. സോ സാമ്പിളിംഗ് എന്ന് പറയുമ്പോൾ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. കാരണം പലതരത്തിലുള്ള സാമ്പിളിംഗ് പ്രോസസ്സ് ഉണ്ട്. അതേപോലെ തന്നെ നമ്മളൊരു റിസർച്ചിന്റെ മേഖലയിലേക്ക് പ്രവേശിക്കുന്ന സമയത്തും പോപ്പുലേഷൻ, സാമ്പിൾ ഇതെല്ലാം വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ പോപ്പുലേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മളുടെ സ്റ്റഡിയിൽ വരുന്ന എൻറ്റയർ സെറ്റ് ഓഫ് ഐറ്റത്തിനെയാണ് പോപ്പുലേഷൻ എന്നുള്ളത് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇപ്പം പോപ്പുലേഷന് മറ്റൊരു പേരുണ്ട്, യൂണിവേഴ്സ് എന്നൊക്കെ നമ്മൾ ബേസിക്കലി പറയാറുണ്ട്. ഇപ്പൊ സേ ഫോർ എക്സാമ്പിൾ നമ്മൾ പറയുകയാണ് ഇൻഡസ്ട്രീസിനെ കുറിച്ച് പഠിക്കുകയാണെങ്കിൽ കേരളത്തിലുള്ള എല്ലാ ഇൻഡസ്ട്രീസിനെയും നമ്മൾ ഏതിന്റെ കീഴിൽ വരും? പോപ്പുലേഷന്റെ കീഴിലാണ് വരുന്നത്. എന്നാൽ നമ്മൾ ചിലപ്പോൾ എല്ലാ ഇൻഡസ്ട്രീസും ഈ ഉള്ള ഇൻഡസ്ട്രീസ് മൊത്തം നമ്മൾ പഠിക്കാൻ എടുക്കണമെന്നില്ല അല്ലെ, കുറച്ച് സെലക്റ്റഡ് ആയിട്ടുള്ള ഇൻഡസ്ട്രീസ് എടുക്കും. അങ്ങനെ എടുക്കുന്നതിനെ നമ്മൾ ബേസിക്കലി എന്തായിട്ടാ വിളിക്കുക? സാമ്പിൾ എന്നുള്ളതായിട്ടാണ് വിളിക്കുന്നത്. അപ്പൊ ഈ സാമ്പിൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ഇറ്റ് ഈസ് ദ സബ്സെറ്റ് ഓഫ് പോപ്പുലേഷൻ. അതായത് പണ്ട് കാലാകാലങ്ങളായിട്ടുള്ള ഡെഫിനേഷൻ ആണ്. അതായത് നമ്മൾ എപ്പോഴും എന്ത് ചെയ്യില്ല, കുക്കറിൽ അരി നോക്കാൻ വേണ്ടിയിട്ട് എല്ലാ അരിയും കൊട്ടി നോക്കില്ല, മറിച്ച് കുറച്ചെടുത്തിട്ട് സ്ക്വീസ് ചെയ്ത് നോക്കൂ അല്ലെ. അതേപോലെ നമ്മുടെ അനാലിസിസിന്റെ മേഖലകളിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ സ്റ്റഡിയുടെ മേഖലകളിലേക്ക് നമ്മൾ പ്രവേശിക്കുന്ന സമയത്ത് എല്ലാ സെറ്റ് ഓഫ് ഐറ്റംസും നമ്മൾ എടുത്തു നോക്കാതെ പോപ്പുലേഷനെ റെപ്രസെന്റ് ചെയ്യുന്ന കുറച്ച് ഒബ്സർവേഷൻസ് എടുത്ത് നമ്മൾ പഠിക്കും. അതിനെയാണ് നമ്മൾ ബേസിക്കലി എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? സാമ്പിളിംഗ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സാമ്പിളിംഗ് എന്ന് പറയുന്നത് സ്റ്റാറ്റിസ്റ്റിക്സ്, സൈക്കോളജി, അതേപോലെ ഫൈനാൻഷ്യൽ ഇൻഡസ്ട്രിയിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കമ്പോണൻസ് ആണ്. സ്റ്റാറ്റിസ്റ്റിക്സിലെ ഈ ഒരു സാമ്പിളിംഗ് ടെക്നിക്കിനെ നമുക്ക് സാമ്പിളിംഗ് മെത്തേഡ് അല്ലെങ്കിൽ സാമ്പിളിംഗ് ടെക്നിക്കിനെ ഏറ്റവും കൂടുതൽ ഗവേൺ ചെയ്യുന്ന ഒന്നാണ് സാമ്പിൾ സ്പേസ് എന്ന് പറയുന്നത്. അതായത് നമ്മൾ പഠിക്കാൻ എടുക്കുന്ന സാമ്പിൾ ഓഫ് ഐറ്റത്തിനെ, അല്ലെങ്കിൽ സേ ഫോർ എക്സാമ്പിൾ ഞാൻ പറയാം പോപ്പുലേഷനിൽ നമ്മൾ അവയെ മെയിൽ എന്നും ഫീമെയിൽ എന്നും പറഞ്ഞ് ക്ലാസിഫൈ ചെയ്തു അല്ലെ. എന്നിട്ട് നമ്മൾ മെയിലിനെ കുറിച്ചാണ് പഠിക്കുന്നതെങ്കിൽ അതാണ് നമ്മുടെ സാമ്പിൾ എന്ന് പറയുന്നത്. അതിന്റെ കീഴിൽ വരുന്ന എല്ലാ ഐറ്റംസും ജനറലി എന്തായിരിക്കും? സാമ്പിൾ സ്പേസ് എന്നാണ് നമ്മൾ ജനറലി അറിയപ്പെടുന്നത്. അപ്പം നമ്മുടെ സ്റ്റഡിയുടെ കീഴിൽ വരുന്ന ഓൾ ഐറ്റംസിനെ നമ്മൾ ജനറലി എന്തായിട്ട് വിളിക്കും? സാമ്പിൾ സ്പേസ് എന്നായിട്ടായിരിക്കും പോസ്റ്റുലേറ്റ് ചെയ്യുന്നത്. സാമ്പിളിങ്ങിനെ നമുക്ക് പലതായിട്ട് ക്ലാസിഫൈ ചെയ്യാനായി സാധിക്കും. അപ്പം അതിന് ജനറൽ ആയിട്ട് നമ്മൾ രണ്ടായിട്ടാണ് പോസ്റ്റുലേറ്റ് ചെയ്യുന്നത്. The very first one is the random sampling and the next one is the non-random sampling. അല്ലെങ്കിൽ പ്രോബബിലിറ്റി സാമ്പിളിംഗ് എന്നും അല്ലെങ്കിൽ നോൺ പ്രോബബിലിറ്റി സാമ്പിളിംഗ് എന്നും നമുക്ക് അവയെ ക്ലാസിഫൈ ചെയ്യാനായി സാധിക്കും. പേര് പറയുന്ന പോലെ തന്നെ റാൻഡം സാമ്പിളിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരു ചാൻസിന് ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ടാണ്. അതായത് നമ്മൾ സ്റ്റഡിയിൽ സാമ്പിൾ എടുക്കുമ്പോഴും പല സെറ്റ് ഓഫ് ഐറ്റംസ് ഉണ്ടായിരിക്കും അല്ലെ. ഈ ഐറ്റത്തിനെല്ലാം തന്നെ ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ടാണ് സപ്പോസ് നമ്മൾ കൺസിഡറേഷനിലേക്ക് പോകുന്നതെങ്കിൽ അതിന് നമ്മൾ വിളിക്കുന്ന പേരാണ് റാൻഡം സാമ്പിൾ. ഇപ്പൊ ഒരു ക്ലാസ് റൂമില് നമ്മൾ ചോദ്യം ചോദിക്കുന്നു പറയാണ് കുട്ടികളോട്. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്? ചോദ്യം ചോദിക്കാൻ പോകുമ്പോ അവിടെയുള്ള ക്ലാസ്സിലുള്ള ഏതൊരു കുട്ടിയോട് വേണമെങ്കിലും എന്താകാം? നമ്മൾ ചോദ്യം ചോദിക്കാം. അപ്പൊ there is a randomness, right? എങ്ങനെ വേണമെങ്കിലും ഏത് രീതിയിൽ വേണമെങ്കിലും അവിടെയുള്ള കുട്ടികളോട് നമ്മൾ ചോദ്യം ചോദിക്കാനായിട്ടുള്ള ചാൻസസ് ഉണ്ട്. സോ അങ്ങനെ ഈക്വൽ ചാൻസസ് വരികയാണെങ്കിൽ അതിനെയാണ് നമ്മൾ ബേസിക്കലി എന്തായിട്ട് വിളിക്കുന്നത്? റാൻഡം സാമ്പിളിംഗ് അല്ലെങ്കിൽ പ്രോബബിലിറ്റി സാമ്പിളിംഗ് എന്ന് പറയുന്നത്. എന്നാൽ അങ്ങനെയല്ല, നമ്മൾ മനഃപൂർവമായിട്ട് സാമ്പിൾസ് സെലക്ട് ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് നോൺ റാൻഡം സാമ്പിളിംഗ് അല്ലെങ്കിൽ നോൺ പ്രോബബിലിറ്റി സാമ്പിളിംഗ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ പ്രോബബിലിറ്റി സാമ്പിളിങ്ങിന്റെ ഏരിയയിലേക്ക് നമ്മൾ പോകുന്ന സമയത്ത് അവിടെ വരുന്നതാണ് സിമ്പിൾ റാൻഡം സാമ്പിളിംഗ്. അവിടെ വരുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയി വരുന്ന കമ്പോണൻസ് ആണ് സിമ്പിൾ റാൻഡം സാമ്പിളിംഗ്
then you have clustered sampling, then you have systematic sampling, then you have stratified sampling. ഇങ്ങനെയാണ് നമുക്ക് ബേസിക്കലി പ്രോബബിലിറ്റി, അതായത് ഒരു ചാൻസ് ബേസ്ഡ് ആയിട്ട് ഏത് ഐറ്റം വേണമെങ്കിലും ഇൻക്ലൂഡഡ് ആകാം എന്നുള്ള രീതിയിൽ ഒരു ചാൻസ് ബേസ്ഡ് ആയിട്ടുള്ള സാമ്പിളിംഗ് പ്രോസസ്സ് വരുമ്പോൾ we do include these all samples. സിമ്പിൾ റാൻഡം സാമ്പിളിംഗ് ഉണ്ട്, അതിൽ തന്നെ രണ്ടായിട്ടുണ്ട്, ലോട്ടറി മെത്തേഡ് ഉണ്ട്, അതുപോലെ തന്നെ യു ഹാവ് ടേബിൾ ഓഫ് റാൻഡം നമ്പേഴ്സ് ഉണ്ട്, ടിപ്പറ്റിന്റെ, അതേപോലെ ക്ലസ്റ്റേർഡ് ഉണ്ട്, സിസ്റ്റമാറ്റിക് ഉണ്ട്, സ്ട്രാറ്റിഫൈഡ് ഉണ്ട്. വെൻ യു ഗോ ഫോർ നോൺ പ്രോബബിലിറ്റി സാമ്പിളിംഗ്, അവിടെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നത് കൺവീനിയൻസ് സാമ്പിളിംഗ് ഉണ്ട്, അതേപോലെ തന്നെ യു ഹാവ് കോൺസിക്യൂട്ടീവ് സാമ്പിൾസ് ഉണ്ട്, അതുപോലെ തന്നെ യു ഹാവ് ക്വാട്ട സാമ്പിളിംഗ്, then you have purposive or judgmental sampling, and then you have snowball sampling. അപ്പൊ ഇത്രയുമാണ് ബേസിക്കലി എവിടെ വരുന്നത്, ഇവിടെ നോൺ പ്രോബബിലിറ്റി സാമ്പിളിംഗിന്റെ ഏരിയയിൽ നമുക്ക് റിലേറ്റ് ചെയ്യുന്നതായിട്ട് പറയാനായിട്ട് സാധിക്കുന്നത്. ഇനി നമ്മൾ പോവാനായിട്ട് പോകുന്നത് പ്രോബബിലിറ്റി സാമ്പിളിംഗിന്റെ ഓരോന്നിന്റെയും വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ്, ഓരോന്നിന്റെയും നൊട്ടേഷൻസിലേക്കാണ് നമ്മൾ ചർച്ച ചെയ്യാനായിട്ട് പോകുന്നത്. ഇപ്പൊ പ്രോബബിലിറ്റി സാമ്പിളിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ വളരെ ഈസി ആയിട്ട്, അതായത് സാമ്പിൾ എന്ന് പറഞ്ഞാൽ തന്നെ വളരെ ഈസി ആയിട്ടുള്ള ഒരു ഫാക്ടറാണ്. കാരണം നമ്മൾ എൻ്റയർ സെറ്റ് ഓഫ് ഐറ്റംസിനെ കുറിച്ച് എടുത്ത് പഠിക്കുന്നില്ല, ഒരു യൂണിറ്റ് അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ ആയിട്ടുള്ള ഏരിയയെ കുറിച്ച് മാത്രമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, എടുത്ത് പഠിക്കുന്നത്. സോ പ്രോബബിലിറ്റി സാമ്പിളിംഗിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അഡ്വാൻറ്റേജ് അവിടെ റാൻഡം സെലക്ഷൻ ആണ് വരുന്നത്. റാൻഡം ആയിട്ട് നമുക്ക് മിക്സ് ആൻഡ് മാച്ച് ഓർഡറിലാണ് നമ്മൾ സാമ്പിൾസ് കൺഫൈൻ ചെയ്യുന്നത്. അതേപോലെ തന്നെ നമുക്ക് ഈക്വൽ ചാൻസ് ആണ് വരുന്നത്. ഡിഫറെന്റ് സെറ്റ്സ് ഓഫ് ഐറ്റംസ് ഉണ്ട്, അങ്ങനെ ഡിഫറെന്റ് സെറ്റ്സ് ഓഫ് ഐറ്റംസ് വരുമ്പോഴും ഐറ്റംസിൽ ഒരു റാൻഡംനെസ് വരുന്നുണ്ട്, അതേപോലെ ഓരോ ഐറ്റംസും ഇൻക്ലൂഡഡ് ആകാനായിട്ടുള്ള ചാൻസ് എന്ന് പറയുന്നതും അവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ടൈം കൺസ്യൂമിംഗ് ആണ്, അതേപോലെ തന്നെ എക്സ്പെൻസീവുമാണ്. കാരണം നമുക്ക് ഇവിടെ സാമ്പിൾസ് നമ്മൾ തിരഞ്ഞെടുക്കുന്നത് സപ്പോസ് പ്രോപ്പർ ആയിട്ടല്ല, അല്ലെങ്കിൽ നമ്മൾ തിരഞ്ഞെടുത്ത സാമ്പിളിൽ എന്തെങ്കിലും ഒരു മിസ്ഇന്റർപ്രിട്ടേഷൻ വന്നു എന്ന് വിചാരിക്കാം. നമുക്കറിയാം എപ്പോഴും നമ്മൾ എടുക്കുന്ന സാമ്പിളിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് നമ്മളുടെ സ്റ്റഡി മുന്നോട്ടേക്ക് പോകുന്നത്. സപ്പോസ് നമ്മളുടെ സ്റ്റഡിയിൽ എന്തെങ്കിലും ഒരു ഇംപെർഫെക്ഷൻ നടക്കുന്നു, അല്ലെങ്കിൽ അതൊരു പെർഫെക്റ്റ് ഫോമിൽ അല്ല നടന്നതെങ്കിൽ ഒരുപാട് തരത്തിലുള്ള പ്രോബ്ലംസിലേക്ക് അത് ലീഡ് ചെയ്യാനായിട്ടുള്ള സാധ്യതയുണ്ട്. അപ്പൊ നമ്മുടെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കൺസേൺ എന്ന് പറയുന്നത് വളരെ കൃത്യമായിട്ട് നമ്മൾ കളക്ട് ചെയ്യുന്ന സാമ്പിള് കൃത്യമായ റെപ്രസെന്റേഷൻ തരിക എന്നുള്ളതാണ്. അത് നമുക്ക് തരാൻ പറ്റുന്നില്ലെങ്കിൽ നമ്മുടെ സ്റ്റഡി എന്ന് പറയുന്നത് എന്താകും, റൂത്ത്ലെസ് ആകും, ബേസ്ലെസ് ആവാനുള്ള സാധ്യതയും അവിടെ ഉണ്ട്. അടുത്തത് ഗ്യാരണ്ടി സാമ്പിൾ റെപ്രസെന്റേഷൻ ഓഫ് പോപ്പുലേഷൻ. വളരെ ഇമ്പോർട്ടന്റ് ആ, സാമ്പിൾ റെപ്രസെന്റേറ്റ് ചെയ്തിരിക്കണം. നമ്മളെ പോപ്പുലേഷനെ വളരെ വ്യക്തമായി എന്താണോ നമ്മുടെ പോപ്പുലേഷനിൽ നമ്മൾ പോസ്റ്റുലേറ്റ് ചെയ്യുന്നത് ആ കാര്യത്തെ കുറിച്ച് വളരെ സ്പഷ്ടമായിട്ടുള്ള ഒരു ഐഡിയ ഫ്രെയിംവർക്ക്, അല്ലെങ്കിൽ നമ്മുടെ പോപ്പുലേഷൻ എന്താണോ അതിനെ കുറിച്ച് ക്ലിയർ കട്ട് ആയിട്ടുള്ള ഒരു ഡെഫിനേഷൻ നമ്മുടെ സാമ്പിളിന് പ്രൊവൈഡ് ചെയ്യാനായിട്ട് സാധിച്ചിരിക്കും. ഇനി ആദ്യത്തെ സാമ്പിളിംഗിലേക്ക് പോവാണ്. അതിന് നമ്മൾ പറയുന്നത് സിമ്പിൾ റാൻഡം സാമ്പിളിംഗ് എന്നാണ്. ഇവിടെ നമ്മൾ ഈ ഒരു റാൻഡംനെസിന്റെ ഫിഗർ വരുന്നുണ്ട്. അവിടെ ഈക്വൽ റെപ്രസെന്റേഷൻ ആണ് നമ്മൾ പഠിക്കാൻ ഉപയോഗിക്കുന്ന, അല്ലെ നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ള ഏത് സാമ്പിളിന് വേണമെങ്കിലും ഇവിടെ കൃത്യമായിട്ടുള്ള ഒരു റെപ്രസെന്റേഷൻ എന്ന് പറയുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ചാൻസിന് നമ്മൾ പഠിക്കാൻ എടുക്കുന്ന ഐറ്റത്തിന് ഈക്വൽ ഇമ്പോർട്ടൻസ് ആണുള്ളത്. ഏത് ഐറ്റം വേണമെങ്കിലും കൃത്യമായിട്ട് റെപ്രസെന്റും ചെയ്യും. സപ്പോസ് നമുക്ക് ഒരു സിമ്പിൾ റാൻഡം സാമ്പിളിംഗ് ആണ് അഡോപ്റ്റ് ചെയ്യേണ്ടത്. ഒരു സ്കൂളില് 200 സ്റ്റുഡൻസ് ആണ് ഉള്ളത്, അവരെടുത്ത് നിന്നാണ് നമുക്ക് ഡാറ്റ കളക്ട് ചെയ്യേണ്ടത്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഈ 200 കുട്ടികളിലും ആര് വേണമെങ്കിലും ഇൻക്ലൂഡഡ് ആവാനുള്ള ചാൻസ് ഉണ്ട്. ഒരു സ്കൂളിൽ 1000 പിള്ളേരുണ്ടായിരുന്നു, ആ 1000 പിള്ളേരിൽ നിന്ന് നമ്മളുടെ കണ്ടീഷൻ അല്ലെ നമ്മളുടെ ക്രൈറ്റീരിയ പ്രകാരം 200 കുട്ടികളെ സെലക്ട് ചെയ്തു. ഇനി നമ്മളുടെ സ്റ്റഡി മുന്നോട്ടേക്ക് പോകുന്ന സമയത്ത് ഈ 200 പേരില് ആര് വേണമെങ്കിലും ഇൻക്ലൂഡഡ് ആവാനുള്ള സാധ്യതയുണ്ട്. And that is what is called simple random sampling.
അപ്പൊ ഇതിനായിട്ട് നമുക്ക് രണ്ട് മെത്തേഡ്സ് ഉപയോഗിക്കാം. The very first method is the lottery method and the second method is the tippet random number method. So when we go for the lottery method, അവിടെ എന്താ വെച്ചാൽ ഈ 200 പേരുടെയും പേര് നമ്മൾ ഒരു ബൗളിൽ എഴുതിയിരുന്നു. എന്നിട്ട് നമ്മൾ അതിനെ എന്ത് ചെയ്യുന്നു? മിക്സ് ചെയ്യുന്നു. മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ബ്ലൈൻഡ് ഫോൾഡില് നമ്മൾ ഒരു ലോട്ടറി അല്ലെങ്കിൽ ഒരു പേപ്പർ, ഫോൾഡഡ് പേപ്പർ നമ്മൾ എടുക്കുന്നു. അതിൽ കാണുന്ന കുട്ടികളുടെ പേര് നമ്മൾ വായിക്കുന്നു. സോ ഒരു പക്ഷേ നമ്മൾ എന്ത് ചെയ്യാണ്, ഈ ഒരു 1000 കുട്ടികളുടെ പേര് ഇട്ടിട്ട് അതിൻ്റെ അകത്തുനിന്ന് 200 എടുക്കുന്നതാകാം, അല്ലെങ്കിൽ 200 കുട്ടികളുടെ പേര് നമ്മളെ പോപ്പുലേഷൻ 200 10 പേരെ എടുക്കുന്നതാവാം, എങ്ങനെ വേണമെങ്കിലും ആകാം. അപ്പോ നമുക്ക് നമ്മുടെ സാമ്പിളിൽ നിന്ന് ഈക്വൽ റെപ്രസെന്റേഷനോട് കൂടി ഐറ്റത്തിനെ സെലക്ട് ചെയ്യുന്നതിനെയാണ് ലോട്ടറി മെത്തേഡ് എന്നുള്ളത് കൊണ്ട് പറയുന്നത്. നമ്മൾ ഈ ലോട്ടൊക്കെ ഇട്ടിട്ട് എടുക്കണേ കാണാറില്ലേ, അതേ മെത്തേഡ് തന്നെ. അടുത്തത് ടിപ്പറ്റ്സ് റാൻഡം നമ്പർ. ഈ ടിപ്പറ്റ്സ് റാൻഡം നമ്പർ ആവുന്ന സമയത്ത് ഞാൻ മുമ്പ് പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഈ ഒരു പേപ്പറിൽ പേരെഴുതി ഫോൾഡ് ചെയ്തിട്ടിട്ടാണല്ലോ മുമ്പ് എടുത്തത്. അപ്പൊ അങ്ങനെയല്ല, നമുക്കൊരു ടേബിൾ, അതായത് ടിപ്പറ്റ്സ് റാൻഡം ടേബിൾ എന്ന് പറയും. ആ ടേബിളിന്റെ അകത്ത് നമുക്ക് നമ്പേഴ്സ് ഉണ്ടാവും, 1 2 3 അങ്ങനെ പറഞ്ഞ നമ്പേഴ്സ് ഉണ്ടാവും. സപ്പോസ് പേരാണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നതെങ്കിൽ ആ 1 2 3 എന്ന് പറയുമ്പോൾ 1ന് നേരെ ഇന്ന വ്യക്തിയുടെ പേര്, 2ന് നേരെ ഇന്ന വ്യക്തിയുടെ പേര്, അങ്ങനെ പറഞ്ഞ് പോസ്റ്റുലേറ്റ് ചെയ്തിട്ടുണ്ടാകും. എന്നിട്ട് നമ്മളുടെ പേപ്പറിന്റെ അകത്ത് 1 2 3 എന്നായിരിക്കും എഴുതിയിട്ടുണ്ടാവുക. നമ്മൾ ആദ്യം ഒരു ബൗളിന്റെ അകത്ത് ഈ 1 2 3 എന്നുള്ളത് എഴുതിയത് ഇടുന്നു, അതൊന്ന് മിക്സ് ചെയ്യുന്നു, അതിന്റെ അകത്ത് ബ്ലൈൻഡ് ഫോൾഡ് ആയിട്ട് 1 എന്ന് പറയുന്ന പേപ്പർ എടുക്കുന്നു, നമ്മളത് ഓപ്പൺ ചെയ്യുന്നു. അപ്പൊ നമ്മൾ വായിക്കുന്നു 1 എന്ന് പറയും. 1 എന്ന് പറയുന്ന പേപ്പറോ അല്ലെങ്കിൽ ഏത് നമ്പർ വേണേ എടുക്കാം. അപ്പൊ എടുത്തപ്പോ 1 എന്നാണ് കിട്ടിയത്. അപ്പൊ ഞാൻ 1 എന്ന് പറയുന്നു. അപ്പൊ അതിന് കറസ്പോണ്ടിങ് ആയി ടിപ്പറ്റ്സ് ടേബിളിൽ ആരെ പേരാണ് കിടക്കുന്നതെന്ന് നോക്കും, ആ കുട്ടിയെ വിളിക്കും. അപ്പൊ ആദ്യത്തേല് നെയിം എഴുതുന്നു, രണ്ടാമത്തേല് നമ്പർ വരുന്നു, അത്രേ വ്യത്യാസമുള്ളൂ. പക്ഷെ രണ്ടും എന്ത് കൊടുക്കുന്നുണ്ട്? ഈക്വൽ ചാൻസസ് എന്ന് പറയുന്നത് ഓഫർ ചെയ്യുന്നുണ്ട്. അടുത്ത ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന ഒന്നാണ് സിസ്റ്റമാറ്റിക് സാമ്പിളിംഗ് എന്ന് പറയുന്നത്. നമ്മുടെ പോപ്പുലേഷൻ വളരെ ലാർജ് ആണെന്ന് വിചാരിക്കാം, ഒരു ഹ്യൂജ് പോപ്പുലേഷൻ ആണെന്ന് വിചാരിക്കാം. അപ്പൊ ഈ ഹ്യൂജ് പോപ്പുലേഷനില് നമ്മൾ ഡാറ്റ കളക്ട് ചെയ്യാൻ ഏറ്റവും കൂടുതൽ സഹായിക്കുന്ന ഒന്നാണ് സിസ്റ്റമാറ്റിക് സാമ്പിളിംഗ് എന്ന് പറയുന്നത്. സേ ഫോർ എക്സാമ്പിൾ, ഇവിടെ നമ്മൾ പറയുകയാണ് 300 കുട്ടികളുണ്ട് ഒരു പെർട്ടിക്കുലർ സ്കൂളിൽ. കുട്ടികളെ ആൽഫബറ്റിക്കൽ ഓർഡറിലാണ് സോർട്ട് ചെയ്തിട്ടുള്ളത്. 15 കുട്ടികളെ നമുക്ക് സെലക്ട് ചെയ്യണം. അപ്പൊ ഞാൻ ഇവിടെ K എന്ന് പറയുന്ന ഒരു ഇന്റർവെല് സെറ്റ് ചെയ്തു. ഞാൻ തീരുമാനിക്കുകയാണ് 5 ആണ് ഇന്റർവെൽ എന്ന്. അത് നമുക്ക് എങ്ങനെ വേണമെങ്കിലും റാപ്പിഡ് ആയിട്ട് തീരുമാനിക്കാം. ഞാൻ തീരുമാനിച്ചത് 5 ആണെന്ന് തീരുമാനിച്ചു. അപ്പൊ അങ്ങനെ വരുമ്പോ ആദ്യത്തെ 5th റോൾ നമ്പർ അല്ല, അല്ലെങ്കിൽ 5th നമ്മൾ ആൽഫബറ്റിക്കൽ ഓർഡറിലാണ്, 5ാമത്തെ പേര് ആരുതാണോ കിടക്കുന്നത് അതെടുത്തു. അടുത്തത് 10ാമത്തെ പേരുള്ള കുട്ടിയെ എടുത്തു, 15ാമത്തെ പേരുള്ള കുട്ടിയെ എടുത്തു, 20ാമത്തെ പേരുള്ള കുട്ടിയെ എടുത്തു, 25ാമത്തെ പേരുള്ള കുട്ടിയെ എടുത്തു. സോ വിത്ത് ഗ്യാപ്പ് ഓഫ് 5 ആണ് വരുന്നത്. സോ ഇതൊരു സിസ്റ്റമാറ്റിക് റെപ്രസെന്റേഷൻ ആണ്. അതായത് 5ാമത്തെ ഓർഡറിൽ വരുന്ന അല്ലെങ്കിൽ ആൽഫബറ്റിക്കൽ റെപ്രസെന്റേഷനിൽ വരുന്ന കാൻഡിഡേറ്റിനെ ഞാൻ എന്ത് ചെയ്യാണ് ചെയ്തത്? ഞാൻ ചൂസ് ചെയ്യാണ് ചെയ്തത്. സോ അങ്ങനെ വളരെയധികം അതോറിറ്റേറിയനായി ഇന്ന പാറ്റേൺ വെച്ച് ഞാൻ സപ്പോസ് അറ്റയർ ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് സിസ്റ്റമാറ്റിക് സാമ്പിളിംഗ്, ആ പേര് പറയുന്ന പോലെ തന്നെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള സാമ്പിളിംഗ് എന്നുള്ളതായിട്ട് റെപ്രസെന്റ് ചെയ്യുന്നത്. നെക്സ്റ്റ് വൺ ഈസ് സ്ട്രാറ്റിഫൈഡ് സാമ്പിളിംഗ്. സ്ട്രാറ്റിഫൈഡ് സാമ്പിളിംഗ് മീൻസ് സ്ട്രാറ്റാസ് എന്നുള്ള വാക്കാണ് ഇതിനെ ആക്ച്വലി റെപ്രസെന്റ് ചെയ്യുന്നത്. നമ്മൾ പോപ്പുലേഷനെ എന്ത് ചെയ്യും? ഡിഫറെന്റ് ഗ്രൂപ്പ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യാണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഡിഫറെന്റ് സ്ട്രാറ്റ ആയിട്ട് ഡിവൈഡ് ചെയ്യാണ് ചെയ്യുന്നത്. സേ ഫോർ എക്സാമ്പിൾ, നമ്മുടെ ഫാമേഴ്സ് ഉണ്ട് അല്ലെ. അപ്പൊ ഈ ഫാമേഴ്സിന്റെ കണ്ടീഷനിലേക്ക് നമ്മൾ പോകുന്ന സമയത്ത് ഈ ഫാമേഴ്സിനെ നമുക്ക് പല തട്ടുകളായിട്ട് തരംതിരിക്കാൻ പറ്റും. നമുക്ക് സ്മോൾ ഫാമേഴ്സ് ഉണ്ട്, അതേപോലെ മീഡിയം ഫാമേഴ്സ് ഉണ്ട്, അതേപോലെ ലാർജ് ഫാമേഴ്സ് ഉണ്ട്. അപ്പൊ ഒരു പെർട്ടിക്കുലർ, ഇപ്പൊ കുട്ടനാട്ടിന്റെ ഏരിയയെ കുറിച്ച് പഠിക്കുകയാണെങ്കിൽ
അവിടെ 3 തട്ടായി നമ്മൾ ഫാമേഴ്സിനെ ക്ലാസിഫൈ ചെയ്യുന്നു. സ്മോൾ ഫാമേഴ്സ്, മീഡിയം ഫാമേഴ്സ് ആൻഡ് ലാർജ് ഫാമേഴ്സ്. ഇങ്ങനെ ഘട്ടം ഘട്ടമായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? അവരെ ക്ലസ്റ്റർ ചെയ്യാണ് ചെയ്യുന്നത്. ആൻഡ് ദാറ്റ് ഇസ് വാട്ട് ഇസ് കോൾഡ് ദ സ്ട്രാറ്റിഫൈഡ് സാമ്പിളിംഗ്. നെക്സ്റ്റ് ഇസ് ക്ലസ്റ്റേർഡ് സാമ്പിളിംഗ്. ക്ലസ്റ്റേർഡ് സാമ്പിളിംഗ് എന്ന് പറഞ്ഞാൽ ഏരിയ ആണ് നമ്മൾ ബേസിക്കലി ഉദ്ദേശിക്കുന്നത്. ഒരു പെർട്ടിക്കുലർ ഏരിയയെ കുറിച്ച് അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ ഫോർമുലേഷനെ കുറിച്ച് നമ്മൾ പഠിക്കുകയാണെങ്കിൽ അതിനെയാണ് ക്ലസ്റ്റേർഡ് സാമ്പിളിംഗ് എന്ന് പറയുന്നത്. സി ഫോർ എക്സാമ്പിൾ, ഒരു എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്, അതിന് 10 ബ്രാഞ്ചസ് ആണ് ഉള്ളത്. അപ്പൊ നമുക്ക് ഇവിടെ ഒരു പെർട്ടിക്കുലർ ബ്രാഞ്ച്, സേ ഫോർ എക്സാമ്പിൾ ഒരു എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഉണ്ട്. ഈ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷനിൽ 10 ഏരിയാസ് ആണ് ഉള്ളത്. ഈ 10 ഏരിയാസിനെ അല്ലെങ്കിൽ ഒരു എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ ആ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷനിലെ കുറച്ച് കുട്ടികളെ കുറിച്ചാണ് പഠിക്കേണ്ടത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു? സേ ഫോർ എക്സാമ്പിൾ ഒരു 500 കുട്ടികൾ ഉണ്ട് എന്ന് വിചാരിക്കാം. അപ്പൊ ഇവരെ നമുക്ക് ബ്രാഞ്ചസ് ആയിട്ട് തിരിക്കാം. കാരണം ഓരോന്നിലും 100 കുട്ടികളാണ് ഉള്ളത്. അപ്പൊ ബേസിക്കലി നമ്മൾ പറയുകയാണെങ്കിൽ ഇവിടെ ഇത്ര സയൻസിന് ഇങ്ങനെയാണുള്ളത്, എക്കണോമിക്സിന് ഇങ്ങനെയാണുള്ളത്, ഹിസ്റ്ററിക്ക് ഇങ്ങനെയാണുള്ളത്, ലിറ്ററേച്ചറിന് ഇങ്ങനെയാണുള്ളത്. അതേപോലെ നമ്മൾ ഇങ്ങനെ ഓരോന്നായിട്ടും ക്ലാസിഫൈ ചെയ്യാണ്. മാത്സിന് എങ്ങനെയാണുള്ളത് എന്ന് പറഞ്ഞ് നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നു. സോ ഇവിടെ നമ്മൾ ഓരോ ഏരിയാസ് ആയിട്ട് സബ്ജക്ട് വൈസ് തന്നെ നമ്മൾ ഓരോ ഏരിയാസ് ആയിട്ട് എന്ത് ചെയ്യാണ്? ക്ലാസിഫൈ ചെയ്യാണ് ചെയ്യുന്നത്. സോ അങ്ങനെ ഓരോ ഏരിയ ആയിട്ട് നമ്മൾ ക്ലാസിഫൈ ചെയ്ത, സപ്പോസ് ഇഫ് യു ആർ ഗോയിങ് ഫോർ ദ സ്റ്റഡി പർപ്പസ്, that is generally called as what? Clustered sampling. So ഇവിടെ ബേസിക്കലി എന്താണ് വന്നത്? നമ്മൾ പറഞ്ഞത് സാമ്പിളിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോപ്പുലേഷന്റെ റെപ്രസെന്റേഷനെയാണ് നമ്മൾ ബേസിക്കലി സാമ്പിൾ എന്ന് പറയുന്നത്. പോപ്പുലേഷന് വേറൊരു പേരുണ്ട്, ദാറ്റ് ഇസ് കോൾഡ് ആസ് യൂണിവേഴ്സ്. സ്റ്റാറ്റിസ്റ്റിക്സ്, സൈക്കോളജി, ഫിനാൻഷ്യൽ മേഖലകളിലാണ് നമ്മൾ കൂടുതലും സാമ്പിളിംഗ് ഉപയോഗിക്കുന്നത്. സാമ്പിളിംഗ് മെത്തേഡ്സിനെ we can divide it into two, which includes random sampling or probability sampling, and the next one is the non-random sampling or non-probability sampling. When we go for the probability sampling, it is basically divided into four, which includes simple random sampling, clustered sampling, systematic sampling, stratified sampling. So when you go for the simple random sampling, it is again divided into two, which includes lottery method, table of random numbers. Now, when you go for the non-probability sampling, it includes convenience, consecutive, quota, purposive or judgmental, snowball sampling. Probability sampling in the features padichu. Now we went for simple random sampling. Then we went for simple random sampling. We have two methods. The very first method is lottery method, and the next one is Tippett's random number. Random number table എന്നും പറയാറുണ്ട്. Now we are going for systematic sampling. K എന്ന് പറയുന്ന ഒരു ഗ്യാപ്പ് വെച്ചിട്ടാണ് നമ്മൾ അതിനെ റെപ്രസെന്റ് ചെയ്യുന്നത്. Now we are going for the clustered sampling. Clustered ആകുമ്പോൾ ഏരിയ ആണ് വരുന്നത്. Stratified ആകുമ്പോൾ സ്ട്രാറ്റ ആയിട്ട് ഓരോ ഗ്രൂപ്പ്സ് ആയിട്ടാണ് നമ്മൾ ബേസിക്കലി എന്ത് ചെയ്യുന്നത്? അതിനെ ഡിവൈഡ് ചെയ്യുന്നത്. ഇത്രയും ക്ലിയർ ആണോ? എല്ലാരും പറയണം. Is it clear for all? Now we'll just discuss two questions. What are the methods of probability sampling? What are the methods of probability sampling? So option A, simple random sampling. Option B, systematic sampling. Option C, stratified sampling. And option D, all of the above. So the right answer is probability sampling in the, yes, all of the above is the right answer. Subset of population. Next question. Subset of population is called. Subset of population is called. Option A, simple random sampling. Option B, sample. Option C, stratified sampling. And option D, none. The right answer is subset of population. It is called as sample.
സോ ഇത് രണ്ടുമാണ് നമുക്ക് ഈ ഒരു മേഖലയിൽ നിന്നും വരാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. ഓക്കെ, now we are just moving on to the next part of the sample, that is sampling with a non-probability. So when we are going for the non-probability, as we all know, it is divided into many, which include convenience, consecutive, quota purposive or judgmental, and snowball sampling. When we are going for the non-probability sampling, it is actually very easy. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് തന്നെ അറിയാം ഭയങ്കരധികം കോസ്റ്റ് എഫക്റ്റീവ് ആണ്. കാരണം നമുക്ക് തന്നെ അറിയാം നമ്മൾ എവിടെ പോകണം, ഏത് ഡാറ്റ നമ്മൾ കളക്ട് ചെയ്യണം മുതലായ കാര്യത്തെക്കുറിച്ച് നമുക്ക് തന്നെ ഒരു ഐഡിയോളജി ഉണ്ട്. അപ്പൊ അതുകൊണ്ട് ഇറേഴ്സ് വരാനോ അല്ലെങ്കിൽ ടൈം കൂടുതൽ എടുക്കാനോ അല്ലെങ്കിൽ കോസ്റ്റ് കൂടുതലായി വരാനോ ഉള്ള ഒരു കൺസേൺ ഇല്ല. കൂടുതലും സബ്ജക്റ്റീവ് ആണ് വരുന്നത്. അതായത് ഞാൻ ഇന്നത് തിരഞ്ഞെടുക്കുന്നു, പർപ്പസീവ് ആയിട്ട് ഇന്നത് ഞാൻ തിരഞ്ഞെടുക്കുന്നു. സോ ഇന്നത് ഞാൻ തിരഞ്ഞെടുത്തത് കൊണ്ട് ഐ ക്യാൻ ഗോ ഫോർ ദിസ് ഓപ്ഷൻ എന്നുള്ളത് ഞാൻ തന്നെ എന്ത് ചെയ്യാണ്, ഫോർമുലേറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പൊ ഒരു പ്രോബബിലിറ്റിന്റെ ബേസിസിലല്ല, ഒരു നോൺ ബേസ്ഡ് ചാൻസിന്റെ ബേസിസിൽ ഇവിടെ ചാൻസ് ഇല്ല, നോ ചാൻസ് ആണ്. കാരണം എല്ലാ ഐറ്റംസും ഇൻക്ലൂഡഡ് ആവാനുള്ള ചാൻസ് ഇല്ല. മനഃപൂർവ്വമായിട്ട് കുറച്ച് ഐറ്റത്തിനെ ഞാൻ പോസ്റ്റുലേറ്റ് ചെയ്യുന്നു. ഐ എം ജസ്റ്റ് സെലക്ടിങ് ദോസ് ഐറ്റംസ്. അതിന്റെ ബേസിസിൽ ഞാൻ എന്ത് ചെയ്യാണ്, ടാബുലേറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. സോ അങ്ങനെ വരുന്ന സമയത്ത് അതിനെ ഞാൻ വിളിക്കുന്ന പേരാണ് നോൺ പ്രോബബിലിറ്റി സാമ്പിളിംഗ് എന്ന് പറയുന്നത്. സോ നോൺ പ്രോബബിലിറ്റി സാമ്പിളിങ്ങിനെ നമുക്ക് പലതായിട്ട് തിരിക്കാന്ന് പറഞ്ഞു. സോ ദ വെരി ഫസ്റ്റ് വൺ ഇസ് ദ കൺവീനിയൻസ് സാമ്പിളിംഗ്. ഈ പേര് പറയുന്ന പോലെ തന്നെ കൺവീനിയൻസ് സാമ്പിളിങ്ങിന്റെ ഏരിയയിലേക്ക് പോകുന്ന സമയത്ത് ബേസ്ഡ് ഓൺ കൺവീനിയൻസ് ആണ്. നമ്മൾ സാമ്പിൾസ് തിരഞ്ഞെടുക്കുന്നുണ്ട്, പക്ഷെ അവിടെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് എന്തിനാ, കൺവീനിയൻസ്. എനിക്ക് തിരുവനന്തപുരത്ത് നിന്ന് ഡാറ്റ കളക്ട് ചെയ്യുകയായിരുന്നു ഈസി, അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, തിരുവനന്തപുരത്ത് പോയിട്ട് ഡാറ്റ കളക്ട് ചെയ്തു. അപ്പൊ നമ്മളിപ്പം ഇപ്പൊ എന്റെ ഇതിലൊക്കെ നമ്മൾ സ്റ്റഡീസിലൊക്കെ ഇൻക്ലൂഡ് ചെയ്ത ഏരിയ വരുന്ന സമയത്ത് നമ്മള് റാൻഡം എടുത്തിട്ടുണ്ട്, നോൺ റാൻഡം എടുത്തിട്ടുണ്ട്. അപ്പൊ ചില സ്റ്റഡീസിലേക്കൊക്കെ നമ്മൾ പോകുന്ന സമയത്ത് നമുക്ക് റാൻഡംനെസ്സും ആവശ്യമായിട്ട് വരും, നോൺ റാൻഡംനെസ്സും ആവശ്യമായിട്ട് വരും. അപ്പൊ അതെന്താ വെച്ചാൽ നമ്മൾ ചൂസ് ചെയ്യുന്നത് അനുസരിച്ചാണ്. കാരണം നമ്മളെ റിസർച്ച് ഏരിയ വളരെ വാസ്റ്റ് ആവുന്ന സമയത്ത് ചില സമയത്ത് നമുക്ക് എല്ലാ ഡിസ്ട്രിക്ട്സിലും ഓടി നടന്ന് ഡാറ്റ കളക്ട് ചെയ്യാൻ പറയുന്നത് ദാറ്റ് മൈറ്റ് നോട്ട് ബി പോസിബിൾ. സോ നമുക്ക് വളരെ കൃത്യമായിട്ടുള്ള ഒരു കമ്പ്യൂട്ടേഷൻ, കൃത്യമായിട്ടുള്ള ഫോർമുലേഷനിൽ പോകേണ്ടി വരും. അറ്റ് ദാറ്റ് ടൈം കൺവീനിയൻസ് സാമ്പിളിംഗ് എന്ന് പറയുന്നത് ഇറ്റ് പ്ലേസ് എൻ ഇമ്പോർട്ടന്റ് റോൾ. ദ നെക്സ്റ്റ് വൺ ഇസ് ദ കോൺസിക്യൂട്ടീവ് സാമ്പിളിംഗ്. സോ കോൺസിക്യൂട്ടീവ് സാമ്പിൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബേസിക്കലി നമ്മൾ ഒരു ഓവർ ടൈം നമുക്കൊരു പെർട്ടിക്കുലർ ആയിട്ട് എങ്ങനെയാണ് ട്രെൻഡിനെ കുറിച്ച് പഠിക്കുക. ഒരു പെർട്ടിക്കുലർ വേരിയബിൾ എടുക്കുന്നു, അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ സിംഗിൾ അല്ലെങ്കിൽ ഗ്രൂപ്പ് ഓഫ് പീപ്പിളിനെ എടുക്കുന്നു, എന്നിട്ട് നമ്മൾ നോക്കുകയാണ് എങ്ങനെയാണ് ഇവരുടെ ബിഹേവിയറൽ ടെൻഡൻസി ഓവർ എ പീരീഡ് ഓഫ് ടൈം. 2023 എങ്ങനെയാണ്, 2024 എങ്ങനെയാണ്. സോ ഒരു പെർട്ടിക്കുലർ ടൈം പീരീഡില് നമ്മൾ തന്നെ എന്ത് ചെയ്യാണ്, ഇന്നത് തന്നെ എന്ന് പറഞ്ഞ് അല്ലെങ്കിൽ ഇന്ന വേരിയബിൾ തന്നെ എന്ന് പറഞ്ഞിട്ട് നമ്മൾ സെലക്ട് ചെയ്യുകയും അതിനെക്കുറിച്ച് തന്നെ നമ്മൾ പഠിക്കുവാണെങ്കിൽ അതിനെയാണ് നമ്മൾ ബേസിക്കലി എന്തായിട്ട് വിളിക്കുന്നത്, കോൺസിക്യൂട്ടീവ് സാമ്പിൾ എന്ന് പറഞ്ഞിട്ട് അല്ലെങ്കിൽ കോൺസിക്യൂട്ടീവ് സാമ്പിളിംഗ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ വിളിക്കുന്നത്. നെക്സ്റ്റ് ഇസ് ക്വാട്ട സാമ്പിളിംഗ്. ക്വാട്ട സാമ്പിളിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ബേസിക്കലി എന്ത് ചെയ്യാണ്, ഒരു ഡിവിഷൻ മെക്കാനിസം ആണ് ക്വാട്ട സാമ്പിളിംഗില് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ക്വാട്ട സാമ്പിളിംഗിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കണ്ടീഷൻ ട്രേറ്റ്സ് അല്ലെങ്കിൽ ക്വാളിറ്റീസ് ആണ്. അതായത് നമുക്കറിയാം നമ്മളെ പോപ്പുലേഷന്റെ മേഖലയിലേക്ക് പ്രവേശിക്കുന്ന സമയത്ത് നമുക്ക് ഡിഫറെന്റ് സെറ്റ്സ് ഓഫ് ഐറ്റംസ് ഉണ്ട് അല്ലെ. അപ്പൊ ഈ ഡിഫറെന്റ് സെറ്റ്സ് ഓഫ് ഐറ്റത്തില് എല്ലാത്തിനെയും കുറിച്ച് എടുത്ത് പഠിക്കുക എന്ന് പറയുന്നത് ദാറ്റ് വോണ്ട് ബി പ്രാക്ടിക്കലി പോസിബിൾ. അപ്പൊ ഒരു പെർട്ടിക്കുലർ ആയിട്ടുള്ള ക്വാളിറ്റി അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ ആയിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക് ഫീച്ചർ എടുത്തിട്ട് നമ്മൾ പഠിക്കുവാണെങ്കിൽ അതിനെയാണ് ക്വാട്ട സാമ്പിളിംഗ് എന്ന് പറയുന്നത്. അപ്പൊ അവിടെ ശരിക്കും നമുക്ക് എടുക്കുന്ന ആ ഒരു ക്വാളിറ്റി നമ്മളുടെ സാമ്പിളില് നമ്മൾ ചൂസ് ചെയ്ത സാമ്പിള്, കാരണം ഇതെല്ലാം നമ്മൾ മനഃപൂർവ്വം ചൂസ് ചെയ്യുന്ന സാമ്പിൾസ് ആണ്. നമ്മൾ എടുക്കുന്ന ആ ഒരു സാമ്പിളില് എന്തെങ്കിലും മാറ്റം വന്നു പോയാൽ, എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് വന്നു പോയിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ സ്റ്റഡീനെ തന്നെ മൊത്തത്തിൽ ബാധിക്കാനായിട്ടുള്ള സാധ്യത ഉണ്ട്. ഇനി അടുത്ത സാമ്പിളിംഗ് എന്ന് പറയുന്നത്
പർപ്പസീവ് അല്ലെങ്കിൽ ജഡ്ജ്മെന്റൽ സാമ്പിളിംഗ് ആണ്. ഇതിന് ബേസിക്കലി നമ്മൾ അതോറിറ്റേറ്റീവ് സാമ്പിളിംഗ് എന്നും പറയാറുണ്ട്. അതോറിറ്റേറ്റീവ് സാമ്പിളിംഗ് ഇവിടെ റിസർച്ചറിന്റെ നോളേജ് വെച്ചിട്ട്, കാരണം നമുക്ക് ആവശ്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ വളരെ കൃത്യമായി നമ്മളിപ്പോ ഒരു സാമ്പിൾ റെപ്രസെന്റേഷനിലേക്ക് പോയാലും സാമ്പിൾ കളക്ഷനിലേക്ക് പോയാലും വളരെ കൃത്യമായിട്ടുള്ള ഒരു റെപ്രസെന്റേഷൻ ലഭിക്കുക എന്ന് പറയുന്നതാണ് ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് അത് ടാബുലേറ്റ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ റിസർച്ച് ഫെയിലിയർ ആയിപ്പോകും. അപ്പൊ റിസർച്ചറിനെ അറിയുള്ളൂ എന്താണ് തന്റെ റിസർച്ച് തീസിസിൽ കിടക്കുന്നത്, അല്ലെങ്കിൽ തനിക്ക് ഏതൊക്കെ രീതിയിലുള്ള സാമ്പിൾ ആണ് വേണ്ടത് എന്നതിനെ കുറിച്ച്. അപ്പൊ നമുക്ക് വളരെ അക്യുറേറ്റ് ആയിട്ടുള്ള, വളരെ ഡെലിബറേറ്റ് ആയിട്ടുള്ള കുറച്ച് സെലക്ഷൻ ഓഫ് സാമ്പിൾ ആണ് അണ്ടർടേക്ക് ചെയ്യേണ്ടതെങ്കിൽ നമുക്ക് അവിടെ പോകാൻ പറ്റുന്നതാണ് പർപ്പസീവ് സാമ്പിളിംഗ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് സ്നോബോൾ സാമ്പിളിംഗ്. സ്നോബോൾ സാമ്പിളിംഗ് എന്ന് പറയുന്നതിനെ നമ്മൾ ചെയിൻ റെഫറൽ സാമ്പിളിംഗ് എന്നും പറയാറുണ്ട്. അപ്പൊ ഈ ചെയിൻ റെഫറൽ സാമ്പിളിംഗ് എന്ന് പറയുന്നത്, സപ്പോസ് നമുക്ക് പോപ്പുലേഷൻ അറിയില്ല, പോപ്പുലേഷൻ അറിയാ പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫാക്ടർ ആണ്. ബട്ട് സപ്പോസ് നമ്മൾ പ്രൊസീഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് പോപ്പുലേഷനെ കുറിച്ച് യാതൊരു ധാരണയും ഇല്ല. സേ ഫോർ എക്സാമ്പിൾ, കള്ളു കുടിക്കുന്ന ഒരു വ്യക്തി, ആദ്യം നമ്മൾ അയാൾ അദ്ദേഹത്തിന്റെ അടുത്ത് പോയിട്ട് ചോദിക്കുവാണ്, നിങ്ങൾ കള്ളു കുടിക്കുന്ന വ്യക്തിയാണോ എന്ന് ചോദിക്കുന്നു. അപ്പൊ അദ്ദേഹം ചിലപ്പോൾ കുറ്റബോധം കൊണ്ടും അദ്ദേഹത്തിന് ചിലപ്പോൾ കള്ളുകൂടി നിർത്താൻ താല്പര്യമുള്ളത് കൊണ്ടും അങ്ങനെയുള്ള ഒരു വ്യക്തിയാണ് നമ്മൾ മുൻകൂട്ടി അറിഞ്ഞു, കാരണം ഇതൊരു നോൺ പ്രോബബിലിറ്റി ആണല്ലോ. അപ്പൊ അദ്ദേഹത്തിന്റെ അടുത്ത് പോയി, അദ്ദേഹത്തിന്റെ അടുത്ത് നിന്ന് നമ്മൾ അദ്ദേഹത്തോട് ചോദിക്കുക, നിങ്ങളെപ്പോലെ തന്നെ ഇത് മാറ്റണം എന്ന് ആഗ്രഹിക്കുന്ന വേറൊരു വ്യക്തിയുണ്ടോ? അപ്പൊ അദ്ദേഹം പറയണം, ഉണ്ട്, ഇന്ന വ്യക്തിയുണ്ട്. അപ്പൊ നമ്മൾ അയാളുടെ അടുത്തേക്ക് പോകുന്നു. സോ ഇവിടെ ഒരു പാസീവ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു ആക്റ്റീവ് ആയിട്ടുള്ള നേച്ചർ ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ജനറേറ്റ് ചെയ്യുന്നത്. അപ്പൊ ഒരു വ്യക്തിയുടെ അടുത്ത് നിന്ന് മറ്റൊരു വ്യക്തിയിലേക്ക് പോണു, ആ വ്യക്തി വേറൊരാളെ നമുക്ക് കാണിച്ചു തരുന്നു. സോ ഇവിടെ ഒരു ചെയിൻ ലൈക്ക് സ്ട്രക്ചറിലൂടെ നമ്മൾ എന്ത് ചെയ്യാണ്, ഡാറ്റ കളക്ഷനിലേക്ക് പോകുന്നു. സോ മഞ്ഞ് ആക്ച്വലി വലിയ ബോളായി മാറുന്നത് കുഞ്ഞു കുഞ്ഞു പീസസ് ചേർന്നാണ് വലിയ വലിയ പീസസ് ആക്കി അത് ഇങ്ങനെ റൗണ്ടായിട്ട് പോകുമ്പോഴാണ് അത് വലിയ പീസായിട്ട് ഫോം ചെയ്യുന്നത്. അതേപോലെ ഇവിടെ കുഞ്ഞു കുഞ്ഞു പോപ്പുലേഷനിൽ നിന്നുമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, വലിയ ഫോർമുലേഷൻസിലേക്ക് പോകുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ ക്വാട്ട, സ്നോബോൾ, പർപ്പസീവ്, കൺവീനിയൻസ് ആൻഡ് കോൺസിക്യൂട്ടീവ് ആണ്, 5 എണ്ണാണുള്ളത്. ഇനി നമ്മൾ പ്രോബബിലിറ്റി സാമ്പിളിങ്ങും അതേപോലെ നോൺ പ്രോബബിലിറ്റി സാമ്പിളിങ്ങിന്റെയും കേസിലേക്ക് പോയാൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്, പ്രോബബിലിറ്റി സാമ്പിളില് സാമ്പിൾ എന്ന് പറയുന്നത് ബേസിക്കലി റാൻഡം ആയിട്ടാണ് സെലക്ട് ചെയ്യുന്നത്. ഇവിടെ എന്താ, ഇവിടെ ജഡ്ജ്മെന്റല്ല, നമുക്ക് മുൻപേ കൂട്ടി തന്നെ അറിയാം ഇന്ന പാത്തിലാണ് പോകുന്നത് എന്നതിനെ കുറിച്ച്. ഈക്വൽ ചാൻസ് ഉണ്ട്, എല്ലാ ഐറ്റത്തിനും ഈക്വൽ ചാൻസ് ആണ് വരുന്നത്. ഇവിടെ എല്ലാ ഐറ്റത്തിനും എന്തില്ല, ഈക്വൽ ആയിട്ടുള്ള ഒരു ചാൻസ് എന്ന് പറയുന്നതൊന്നും നമുക്ക് പറയാനായിട്ട് സാധിക്കില്ല. ഇനി ഇവിടെ നമ്മൾ ബേസിക്കലി പറയുന്നത്, പോപ്പുലേഷൻ വളരെ ഡൈവേഴ്സ് ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ പ്രോബബിലിറ്റി സാമ്പിളിംഗ് ഉപയോഗിക്കാം. പക്ഷെ സിമിലർ ആയിട്ടുള്ള ട്രേറ്റ്സ് അല്ലെ സിമിലർ ആയിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക്സ് വരുമ്പോഴാണ് നമുക്ക് നോൺ പ്രോബബിലിറ്റി സാമ്പിളിംഗ് ഉപയോഗിക്കാനായിട്ട് സാധിക്കുന്നത്. പ്രോബബിലിറ്റി ആണ് എപ്പോഴും അക്യുറേറ്റ് ആകുന്നത്, ഇവിടെ ലെസ് അക്യുറേറ്റ് ആണ്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊരു ഈക്വൽ റെപ്രസെന്റേഷൻ കിട്ടുന്നില്ല. മാത്രമല്ല നമ്മൾ തന്നെ മനഃപൂർവ്വമായിട്ട് സാമ്പിൾസ് തെരഞ്ഞെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ അവിടെ കൃത്യമായിട്ടുള്ള ഒരു റെപ്രസെന്റേഷൻ അല്ലെങ്കിൽ കൃത്യമായിട്ടുള്ള കമ്പ്യൂട്ടേഷൻ എന്ന് പറയുന്നതും പോസിബിൾ അല്ല. ഇനി ഹെറ്ററോജീനിയസ് ആയിട്ടുള്ള ഒരു പോപ്പുലേഷനെ ഹോമോജീനിയസ് ആക്കാൻ നമ്മൾ എന്താ ഉപയോഗിക്കുക, ഏത് തരത്തിലുള്ള റാൻഡം സാമ്പിളിംഗ് ഉപയോഗിക്കുക? നമുക്കറിയാം പോപ്പുലേഷന് ഹെറ്ററോജീനിയസ് പോപ്പുലേഷനും ഉണ്ട്, ഹോമോജീനിയസ് പോപ്പുലേഷനും ഉണ്ട്. ഒരുപാട് തരത്തിലുള്ള കാര്യങ്ങളെ നമ്മൾ ജനറലി ഫോർമുലേറ്റ് ചെയ്യാണ്. അപ്പം ഹെറ്ററോജീനിയസ് പോപ്പുലേഷനെ ഹോമോജീനിയസ് ആക്കാൻ നമ്മൾ ഏത് ടൈപ്പ് ഓഫ് സാമ്പിളിംഗ് ഉപയോഗിക്കുക? യെസ്, ഹെറ്ററോജീനിയസ് ആയിട്ടുള്ള പോപ്പുലേഷനെ ഹോമോജീനിയസ് ആയി കൊണ്ടുവരാൻ നമ്മൾ ഏത് സാമ്പിളിംഗ് ടെക്നിക്സ് ആണ് ഉപയോഗിക്കുക? We just go for stratified sampling. Stratified sampling. ഇനി
ഹോമോജീനിയസ് ആയിട്ടുള്ളതിനെ ഹെട്രോജീനിയസ് ആക്കാൻ നമ്മൾ ഉപയോഗിക്കുന്ന ക്ലസ്റ്റേർഡ് സാമ്പിളിംഗ്. ക്ലസ്റ്റേർഡ് സാമ്പിളിംഗ്. Now we will go for some questions. Which of the following is an example of non-probability sampling? Option A, simple random sampling. Option B, systematic sampling. Option C, cluster sampling. And option D, convenient sampling. So the right answer is non-probability sampling ആണ്. simple, systematic, cluster. ഇത് മൂന്നും probability ആണ്. Right answer is convenience. Okay. So ഇതാണ് basically നമ്മളോട് ചോദിക്കാനായിട്ട് സാധ്യതയുള്ളത്. ഇനി നമുക്ക് ആക്ച്വലി നമ്മൾ സാമ്പിളിന്റെ ഏരിയയിലേക്ക് പോകുന്ന സമയത്ത് how will you compute it? ആ ഒരു ഏരിയയും കൂടെ കഴിഞ്ഞാൽ നിങ്ങളുടെ ആ ഒരു പെർട്ടിക്കുലർ ആ ഒരു മൊഡ്യൂൾ തീർന്നു. അപ്പൊ അവിടെ ബേസിക്കലി നമ്മൾ ചോദിക്കുന്നത് സാമ്പിൾ സൈസ് ഡിസിഷനെ കുറിച്ചാണ്. അതായത് നമ്മൾ റിസർച്ചിലേക്ക് കയറുന്ന സമയത്ത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഘടകം എന്ന് പറയുന്നത് സാമ്പിൾ സൈസ് കാൽക്കുലേറ്റ് ചെയ്യുക. നമ്മൾ ഇപ്പൊ രണ്ട് തരത്തിലുള്ള ഏരിയാസ് ഉണ്ടെന്ന് വിചാരിക്കാം. ഇപ്പൊ നമുക്ക് ഡുവൽ സ്റ്റഡീസ് നമുക്ക് അണ്ടർടേക്ക് ചെയ്യാം. സേ ഫോർ എക്സാമ്പിൾ ഇൻഡസ്ട്രി വരുന്നു, ലേബർ വരുന്നു. അപ്പൊ നമുക്ക് ഡുവൽ ഏരിയാസ് വന്നു. അപ്പൊ അവിടെ ഇൻഡസ്ട്രീന്റെ സാമ്പിൾ കണ്ടുപിടിക്കണം, അതേപോലെ തന്നെ ലേബറുടെ സാമ്പിളും നമ്മൾ എന്ത് ചെയ്യണം, കണ്ടുപിടിക്കണം. സോ ദാറ്റ് ഇസ് വെരി വെരി ഇമ്പോർട്ടന്റ്. അപ്പൊ ഈ ഏത് ഏരിയയിലേക്ക് പോയാലും നമ്മുടെ സ്റ്റഡി മേഖലയിലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫാക്ടർ എന്ന് പറയുന്നത് എന്താ, സാമ്പിൾ സൈസ് കണ്ടുപിടിക്കുക. സാമ്പിൾ സൈസ് എപ്പോഴും നമ്മൾ കണ്ടുപിടിക്കുന്നത് ഇക്വ പ്രൊപ്പോർഷനേറ്റ് മെത്തേഡ്, ഇക്വ പ്രൊപ്പോർഷനേറ്റ് ഫോർമുലയൊക്കെ വെച്ചിട്ടാണ്. അപ്പൊ നമ്മൾ അങ്ങനെ ഒരു ഫോർമുല വെച്ച് ടാബുലേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ അങ്ങനെ ഒരു ഫോർമുല വെച്ച് കമ്പ്യൂട്ട് ചെയ്യുന്ന സമയത്ത് കുറച്ചുകൂടെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള അല്ലെങ്കിൽ കുറച്ചുകൂടെ ഒരു റെപ്രസെന്റേറ്റീവ് ആയിട്ടുള്ള കമ്പ്യൂട്ടേഷൻ നമ്മളുടെ മൈൻഡിൽ കിട്ടും. അപ്പം നമ്മളിവിടെ ആ ഒരു സാമ്പിൾ എടുക്കുന്നതിന് മുമ്പ് റിലയബിലിറ്റി ടെസ്റ്റ്, നോർമാലിറ്റി ടെസ്റ്റ്, ഇങ്ങനെയുള്ള ഒരുപാട് ടെസ്റ്റുകൾ പോസ്റ്റുലേറ്റ് ചെയ്തതിന് ശേഷം മാത്രമേ നമുക്ക് ഇതിന്റെ കൃത്യമായിട്ടുള്ള ഒരു റെപ്രസെന്റേഷനിലേക്ക് പോകാനായിട്ട് പറ്റുള്ളൂ. സാമ്പിൾ സൈസ് നമ്മൾ ഡിറ്റർമൈൻ ചെയ്യുന്നതിന് മുമ്പ് we have to go with certain factor. ഒന്ന്, you have to go with research objective. എന്താണ് എന്റെ റിസർച്ച് ഫാക്ടർ? സപ്പോസ് മെയിലിനെ കുറിച്ചാണ് എനിക്ക് പഠിക്കേണ്ടതെങ്കിൽ ഞാൻ എടുക്കുന്ന സാമ്പിൾ കൂടുതലും എങ്ങനെയായിരിക്കണം, അല്ലെങ്കിൽ ഞാൻ എടുക്കേണ്ട സാമ്പിൾ എങ്ങനെയായിരിക്കണം, മെയിൽ പോപ്പുലേഷനെ റെപ്രസെന്റ് ചെയ്യുന്നതായിരിക്കണം. സപ്പോസ് എനിക്ക് ഫീമെയിൽസിനെ കുറിച്ചാണ് പഠിക്കേണ്ടതെങ്കിൽ ഞാൻ എടുക്കുന്ന സാമ്പിൾ എങ്ങനെയായിരിക്കണം, ഫീമെയിലിനെ റെപ്രസെന്റ് ചെയ്യുന്നതായിരിക്കണം. Suppose I am not going for such a particular concern, that would create serious levels of errors. അപ്പൊ എനിക്ക് വളരെ കൃത്യമായിട്ടുള്ള ഫോർമുലേറ്റീവ് ആയിട്ടുള്ള കമ്പ്യൂട്ടേഷൻ അല്ലെങ്കിൽ കാൽക്കുലേഷനിലേക്ക് പോകണം. എങ്കിൽ മാത്രമേ എനിക്ക് കൃത്യമായിട്ടുള്ള സ്റ്റഡി കണ്ടക്ട് ചെയ്യാൻ പറ്റും. So the very first factor is research objective. The second factor is population size. അതൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. ഞാൻ ആദ്യം എന്ത് ചിന്തിക്കണം, വാട്ട് ഇസ് മൈ പോപ്പുലേഷൻ എന്നതിനെ കുറിച്ച് എനിക്കൊരു ഐഡിയ ഉണ്ടായിരിക്കണം. അപ്പം എന്താണ് എന്റെ പോപ്പുലേഷൻ എന്നതിനെ കുറിച്ച് സപ്പോസ് ഐ എം നോട്ട് ക്ലിയർലി റെപ്രസെന്റേറ്റീവ്, അത് പ്രോബ്ലംസ്. അപ്പം എനിക്ക് വളരെ കൃത്യമായി ഞാൻ പഠിക്കാൻ പോണ ഫിഗർ ഏതാണ്, അല്ലെങ്കിൽ ഞാൻ പഠിക്കാൻ പോണ ഏരിയ ഏതാണ് എന്നതിനെ കുറിച്ച് എനിക്കൊരു ഐഡിയ ഉണ്ടായിരിക്കണം. നെക്സ്റ്റ് ഇസ് മാർജിൻ ഓഫ് ഇറേഴ്സ്. സോ മാർജിൻ ഓഫ് ഇറേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ നമ്മൾ ബേസിക്കലി പറയുന്നത് we can have errors for margin, അല്ലെ? അതായത് ഒരു റേഞ്ച് ആണ് വരുന്നത്. നമ്മളുടെ പോപ്പുലേഷൻ പാരാമീറ്റർ ഏത് റേഞ്ചിൽ, അതായത് ഒരു എക്സ്പെക്ടഡ് വാല്യൂവും ഒബ്സർവ്ഡ് വാല്യൂവും തമ്മിലുള്ള വ്യത്യാസം. അതായത് നമ്മൾ ഹൈപ്പോത്തസിസ് ഫോർമുലേറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ മൈൻഡിൽ ഒരു കമ്പ്യൂട്ടേഷൻ ഉണ്ട്, ദിസ് വുഡ് ഗോ ഇൻ ദിസ് മാനർ, അല്ലെങ്കിൽ നമ്മളെ സ്റ്റഡി ഇന്ന രീതിയിലായിരിക്കും പോകുന്നത് എന്ന് പറഞ്ഞ് നമ്മൾ ഹൈപ്പോത്തസിസ് ഫോർമുലേറ്റ് ചെയ്യും. പക്ഷെ വാട്ട് ഹാപ്പൻസ് ഇസ് ദാറ്റ് പലപ്പോഴും ആ ഹൈപ്പോത്തസിസിനനുസരിച്ചൊന്നും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റാറില്ല, പുട്ട് ഫോർവേഡ് ചെയ്യാനോ അല്ലെങ്കിൽ പ്രൊസീഡ് ചെയ്യാനായിട്ടോ സാധിക്കാറില്ല.
അപ്പൊ അവിടെ ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് കൺസേൺ എന്ന് പറയുന്നത് എന്താണ്? നമുക്ക് കൃത്യമായിട്ട് അധികം ഡീവിയേഷൻ നമ്മൾ പ്രതീക്ഷിച്ചതുപോലെ അല്ലാതെ വലിയ ലെവൽ ഓഫ് ഡീവിയേഷൻസ് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരിക്കലും നമ്മുടെ സ്റ്റഡി മുന്നോട്ടേക്ക് കൊണ്ടുപോകാനോ ടാബുലേറ്റ് ചെയ്യാനോ പറ്റില്ല. സോ എപ്പോഴും നമ്മുടെ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഗവേണിംഗ് ഫാക്ടർ എന്ന് പറയുന്നത് എറർ ടേംസ് കുറച്ചിരിക്കണം. അടുത്തത് കോൺഫിഡൻസ് ലെവൽ. ദാറ്റ് ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് തിങ്. അതായത് എപ്പോഴും 90% അല്ലെങ്കിൽ 95% അല്ലെങ്കിൽ 99% ആയിരിക്കണം നമ്മൾ എപ്പോഴും കോൺഫിഡൻസ് ലെവൽ വെക്കേണ്ടത്. അതായത് നമ്മളുടെ ഹൈപ്പോത്തസിസിന്റെ റെപ്രസെന്റേഷൻ അല്ലെങ്കിൽ ഹൈപ്പോത്തസിന് എത്രത്തോളം ഡീവിയേഷൻസ് ആകാം എന്നൊക്കെയുള്ള കണ്ടീഷൻസ്. അടുത്തത് സാമ്പിളിംഗ് ടെക്നിക്. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. കാരണം സപ്പോസ് നമ്മുടെ സാമ്പിളിംഗ് ടെക്നിക്കില് എന്തെങ്കിലും ഒരു മാറ്റം വരുന്നു അല്ലെങ്കിൽ വേരിയേഷൻസ് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, കൃത്യമായിട്ടുള്ള ഒരു കമ്പ്യൂട്ടേഷൻ എന്ന് പറയുന്നത് ചെയ്യാനായിട്ട് സാധിക്കില്ല. സോ സാമ്പിൾ സൈസ് നമുക്ക് പല ഫോർമുലാസ് ഉണ്ട്. ക്രോൺബാഷ് ആൽഫ ടെസ്റ്റ് ഉണ്ട് ആ റിലയബിലിറ്റി ചെക്ക് ചെയ്യാൻ. അതേപോലെ തന്നെ നമുക്ക് സാമ്പിൾ സൈസ് കാൽക്കുലേറ്റ് ചെയ്യാൻ ഇക്കോ പ്രൊപ്പോർഷനേറ്റ് മെത്തേഡ് ഉണ്ട്. അപ്പം ഈ സംഭവങ്ങളെല്ലാം ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ജനറലി എന്ത് ടാബുലേറ്റ് ചെയ്യുന്നത്, ഏത് തരത്തിലുള്ള സാമ്പിൾ ആണ് നമ്മൾ ചൂസ് ചെയ്യേണ്ടത്, ഏത് തരത്തിലുള്ള സാമ്പിൾ റെപ്രസെന്റേഷൻസിലേക്കാണ് നമ്മൾ പോകേണ്ടത് എന്നതിനെ കുറിച്ചുള്ള ഡിസിഷൻ മേക്കിംഗിലേക്ക് നമ്മൾ എത്തുന്നത്. അത് സപ്പോസ് തെറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ ദാറ്റ് വുഡ് ക്രിയേറ്റ് സീരിയസ് ലെവൽസ് ഓഫ് പ്രോബ്ലംസ്. അപ്പൊ നമ്മളുടെ സാമ്പിളിന്റെ ഏകദേശം, അതായത് ഒരു പോപ്പുലേഷന്റെ ഡാറ്റ നമുക്ക് കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ദ വെരി നെക്സ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് സാമ്പിള് കണ്ടുപിടിക്കുകയാണ്. സാമ്പിളിനെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ പല ഫോർമേഷൻ അല്ലെ പല സ്റ്റൈൽസിൽ നമുക്ക് സാമ്പിൾസ് ഡിറ്റർമൈൻ ചെയ്യാനായിട്ട് സാധിക്കും. സാമ്പിളിനെ നമ്മൾ ഇങ്ങനെയാണ് n, സ്മോൾ ലെറ്റർ n ആണ് എഴുതുക. പോപ്പുലേഷൻ ആകുന്ന സമയത്ത് ക്യാപ്സ് n ആണ് എഴുതുന്നത്. ഇത് കണ്ടുപിടിക്കാൻ പല ഫോർമുല ഉണ്ട്. ഇപ്പൊ സിമ്പിൾ റാൻഡം സാമ്പിളിംഗ് ആണെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഫോർമുലയാണ് z² × p × 1 - p ഡിവൈഡഡ് ബൈ e². ഇതാണ് നമ്മൾ ഉപയോഗിക്കുന്ന സാധാരണയായിട്ടുള്ള ഫോർമുല എന്ന് പറയുന്നത്. z² p × 1 - p by e⁻². z എന്ന് പറഞ്ഞാൽ കോൺഫിഡൻസ് ഇന്റർവൽ ആണ് ബേസിക്കലി പറയുന്നത്. p എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് ദ എസ്റ്റിമേറ്റഡ് പ്രൊപ്പോർഷൻ ഓഫ് പോപ്പുലേഷൻ. അതായത് നമുക്ക് അറിയില്ല, നമ്മളിപ്പം ബേസിക്കലി സെറ്റ് ചെയ്യുന്ന വാല്യൂ ആണ് ഈ p is equal to 0.5 എന്ന് പറയുന്നത്. e is മാർജിൻ ഓഫ് എറർ. അപ്പൊ നമ്മുടെ സ്റ്റഡിയുടെ മേഖലയിലേക്ക്, ദാറ്റ് ഇസ് വെരി ഇമ്പോർട്ടന്റ്, നമ്മുടെ സ്റ്റഡിയുടെ മേഖലയിലേക്ക് പ്രവേശിക്കുന്ന സമയത്ത് അവിടെ കൃത്യമായിട്ടുള്ള ഒരു കമ്പ്യൂട്ടേഷൻ അല്ലെങ്കിൽ കൃത്യമായിട്ടുള്ള ഒരു റിലേഷൻ, അപ്പൊ നിങ്ങളുടെ ടോപ്പിക്കിൽ റേഷ്യോ ആൻഡ് റിഗ്രഷൻ മെത്തേഡ് എന്നാ പറയുന്നത്, അത് ഇതാണ് ഉദ്ദേശിക്കുന്നത്. അതായത് നമുക്കിവിടെ കൃത്യമായിട്ടുള്ള ഒരു കമ്പ്യൂട്ടേഷൻ ഉണ്ടായിരിക്കണം. സപ്പോസ് നമുക്ക് അറിയില്ല വാട്ട് ഇസ് ഗോയിങ് ടു ഹാപ്പൻ, അല്ലെങ്കിൽ ഇതിൽ വരുന്ന പോസ്റ്റുലേഷൻസ് എങ്ങനെയാണ്, ഇതിന്റെ സ്റ്റഡി എങ്ങനെയാണ് എന്നതിനെ കുറിച്ച് വളരെ കൃത്യമായിട്ടുള്ള ഒരു ഡാറ്റ സിങ്ക്രണൈസേഷൻ ഇല്ലെങ്കിൽ നമുക്ക് കമ്പ്യൂട്ടേഷൻ എന്ന് പറയുന്നതും എന്തായിരിക്കാം, വളരെയധികം ഡിഫിക്കൽട്ട് ആയിട്ട് മാറും. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത് സാമ്പിളിംഗ് തിയറി എന്ന് പറയുന്ന ഏരിയ ആണ്. സാമ്പിളിംഗ് തിയറിയുടെ അകത്ത് സിമ്പിൾ റാൻഡം സാമ്പിളിംഗ്, സ്ട്രാറ്റിഫൈഡ്, സിസ്റ്റമാറ്റിക്, PPS, ക്ലസ്റ്റർ, ദെൻ യു ഹാവ് അഡാപ്റ്റീവ് സാമ്പിളിംഗ്. അഡാപ്റ്റീവ് സാമ്പിളിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓരോ സിറ്റുവേഷൻസിനനുസരിച്ചിട്ട് നമുക്ക് ഇപ്പം മിക്സ് എന്ന് പറയും, മൾട്ടി സ്റ്റേജ് സാമ്പിളിംഗ് എന്നൊക്കെ നമ്മൾ ബേസിക്കലി പറയാറുണ്ട്, മൾട്ടിപ്പിൾ സാമ്പിളിംഗ് എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. അതായത് എല്ലാം നമ്മുടെ സിറ്റുവേഷൻ ചിലപ്പോൾ എന്താ വെച്ചാൽ എല്ലാം എടുക്കേണ്ടതായിട്ട് വരും. ഒരു ഫ്ലെക്സിബിൾ ആയിട്ടുള്ള സാമ്പിളിംഗ് ടെക്നിക്സ് നമ്മൾ ഉപയോഗിക്കാം. അവിടെ നമ്മൾ ചിലപ്പം എന്താണ് ഒരു പെർട്ടിക്കുലർ ലിമിറ്റ് വരെ പ്രോബബിലിറ്റി സാമ്പിളിങ്ങിന് നമ്മൾ കൺസിഡറേഷൻ കൊടുക്കേണ്ടി വരും. വേറൊരു പെർട്ടിക്കുലർ ലിമിറ്റിലേക്ക് പോകുന്ന സമയത്ത് ഒരു നോൺ പ്രോബബിലിറ്റി സാമ്പിളിംഗ് കൺസിഡറേഷൻസിലേക്ക് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടി വരും. സോ അങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് കൃത്യമായിട്ട് പർപ്പസീവ് ആണ് അല്ലെങ്കിൽ ഇന്ന രീതിയിൽ പ്രോബബിലിറ്റി തന്നെയാണ് അങ്ങനെ നമുക്ക് റെപ്രസെന്റ് ചെയ്യാനായിട്ട് സാധിക്കില്ല. അപ്പൊ ഇവിടെ ബേസിക് ആയിട്ട് വരാൻ ചാൻസസ് ഉള്ള ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഒന്ന് സാമ്പിളിങ്ങിന്റെ ഏരിയ ആണ്. സാമ്പിളിംഗ് എന്ന് പറഞ്ഞാൽ ഇറ്റ് സബ്സെറ്റ് ഓഫ് പോപ്പുലേഷൻ ആണ്. പോപ്പുലേഷൻ നമ്മൾ യൂണിവേഴ്സ് എന്നും പോസ്റ്റുലേറ്റ് ചെയ്യാറുണ്ട്. സ്റ്റാറ്റിസ്റ്റിക്സ്, സൈക്കോളജി, ഫിനാൻഷ്യൽ സെക്ടേഴ്സിലാണ് കൂടുതലായിട്ടും ഇതിന്റെ ആപ്ലിക്കേഷൻ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. പോപ്പുലേഷനെ നമുക്ക് രണ്ടായി ക്ലാസിഫൈ ചെയ്യാം, മെയിൽ എന്നും ഫീമെയിൽ എന്നും. സോ സാമ്പിളിംഗ് മെത്തേഡ്സിനെ രണ്ടായി ക്ലാസിഫൈ ചെയ്യാം, റാൻഡം സാമ്പിളിംഗ് എന്നും നോൺ റാൻഡം സാമ്പിളിംഗ് എന്നും. പ്രോബബിലിറ്റി സാമ്പിളിങ്ങിനെ നമുക്ക് വീണ്ടും എന്ത് ചെയ്യാം, ക്ലസ്റ്റർ ആക്കാം, ഡിവൈഡ് ചെയ്യാം. അപ്പൊ അതില് സിമ്പിൾ റാൻഡം സാമ്പിളിംഗ് ഉണ്ട്. സിമ്പിൾ റാൻഡം സാമ്പിളിങ്ങിനെ
അഗെയിൻ നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. We can classify it into lottery method, table of random number. ഇനി പ്രോബബിലിറ്റി സാമ്പിളിങ്ങിന്റെ ഏരിയയിലേക്ക് പോയാൽ അതിൽ രണ്ടാമത്തത് ക്ലസ്റ്റേർഡ് ഉണ്ട്, then we have systematic, and then we have stratified. നോൺ പ്രോബബിലിറ്റി സാമ്പിളിങ്ങിന്റെ ഏരിയയിലേക്ക് നമ്മൾ പോകുന്ന സമയത്ത് നമുക്ക് അവിടെ എങ്ങനെ ക്ലാസിഫൈ ചെയ്യാ ചോദിച്ചാൽ we have convenience, consecutive, quota, purposive or judgmental, and the next one is snowball sampling. പ്രോബബിലിറ്റി ആകുമ്പോൾ നമുക്കറിയാം റാൻഡം സെലക്ഷൻ ആണ്, ഈക്വൽ ചാൻസ് ആണ്, ടൈം കൺസ്യൂമിങ് ആൻഡ് എക്സ്പെൻസീവ് ആണ്, സാമ്പിൾ റെപ്രസെന്റേഷനും ഒക്കെ അറിയുന്നുണ്ട്. സിമ്പിൾ റാൻഡം സാമ്പിളിങ്ങിന്റെ ഏരിയയിലേക്ക് പോയാൽ ഈക്വൽ റെപ്രസെന്റേഷൻ ആൻഡ് ചാൻസ് ആണ്, ലോട്ടറി മെത്തേഡ് ഉണ്ട്, അതേപോലെ ടേബിൾ ഓഫ് റാൻഡം നമ്പർ, അതിന് നമ്മൾ ടിപ്പറ്റ്സ് ടേബിൾ ഓഫ് റാൻഡം നമ്പർ എന്നുള്ള സൊല്യൂഷൻ ആയിട്ടും നമ്മൾ പോസ്റ്റുലേറ്റ് ചെയ്യാറുണ്ട്. സിസ്റ്റമാറ്റിക് ഉണ്ട്. സിസ്റ്റമാറ്റിക് എന്ന് പറഞ്ഞാൽ കെ റെപ്രസെന്റേഷൻ വെച്ചിട്ടാണ് നമ്മൾ പറയാറ്. ക്ലസ്റ്റേർഡ് സാമ്പിളിങ്ങിനെ ഏരിയ സാമ്പിളിംഗ് എന്ന് നമ്മൾ ബേസിക്കലി പറയാറുണ്ട്. അതേപോലെ വി ഹാവ് സ്ട്രാറ്റിഫൈഡ് സാമ്പിളിംഗ്. സ്ട്രാറ്റിഫൈഡ് സാമ്പിളിംഗ് എന്ന് പറഞ്ഞാൽ സ്ട്രാറ്റാസ് ആയിട്ട് നമ്മൾ അവയെ തിരിക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ നോൺ പ്രോബബിലിറ്റി സാമ്പിളിംഗ്, അതിൽ ഒന്നാമത്തത് കൺവീനിയൻസ് ആണ്. നമ്മളുടെ ഒരു കൺവീനിയൻസിന്റെ ബേസിസിൽ, അല്ലെങ്കിൽ ഇന്ന സാമ്പിൾ പഠിക്കുകയാണ് എനിക്ക് അറ്റാറൻസ് എന്ന് പറഞ്ഞ് കൺവീനിയൻസിന്റെ ബേസിസിൽ നമ്മൾ സെലക്ട് ചെയ്യുവാണ്, ദാറ്റ് ഇസ് കൺവീനിയൻസ് സാമ്പിളിംഗ്. നമ്മളൊരു ഓവർ ടൈം ഒരു പെർട്ടിക്കുലർ വേരിയബിൾ മനഃപൂർവ്വമായിട്ട് ആ വേരിയബിൾ എടുക്കുന്നു ആൻഡ് വി ആർ ഗോയിങ് ടു ഡീൽ വിത്ത് ഇറ്റ് ഓവർ എ ടൈം, അതിനെ കോൺസിക്യൂട്ടീവ് സാമ്പിളിംഗ് എന്ന് പറയും. certain quota ബേസിസിൽ suppose we are going for the allocation, that is quota sampling, traits or qualities. ചെയിൻ റെഫറൽ ആണ്, നമുക്ക് കൃത്യമായിട്ട് അറിയില്ല പോപ്പുലേഷൻ എവിടെ അല്ലെങ്കിൽ സാമ്പിൾ എവിടെ നിന്നൊക്കെയാ കളക്ട് ചെയ്യേണ്ടതെന്ന്. അറ്റ് ദാറ്റ് ടൈം വി ക്യാൻ ഗോ ഫോർ സ്നോബോൾ സാമ്പിളിംഗ്. മനഃപൂർവ്വമായിട്ട് ഇന്നത് തന്നെ എടുക്കുവാണ്, ഇന്നതിലേക്ക് പോയിട്ടേ കാര്യമുള്ളൂ അല്ലെങ്കിൽ ഇന്നത് ഞാൻ എടുത്തിട്ടേ കാര്യമുള്ളൂ എന്നതിനെ കുറിച്ച് വളരെ സിസ്റ്റമാറ്റിക് ആയി വളരെയധികം ക്ലസ്റ്റേർഡ് ആയിട്ട് നമ്മൾ മനഃപൂർവ്വമായിട്ട് പോവുകയാണെങ്കിൽ അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് പെർപ്പസീവ് അല്ലെങ്കിൽ ജഡ്ജ്മെന്റൽ സാമ്പിളിംഗ്. അതോറിറ്റേറ്റീവ് സാമ്പിളിംഗ് എന്നും നമ്മൾ ബേസിക്കലി അതിനെ പറയാറുണ്ട്. രണ്ടായിട്ട് തിരിക്കുന്നു, പ്രോബബിലിറ്റി സാമ്പിളിംഗ് എന്നും നോൺ പ്രോബബിലിറ്റി സാമ്പിളിംഗ് എന്നും. സാമ്പിൾ സൈസ് നമ്മൾ ഡിസൈഡ് ചെയ്യുന്ന സമയത്ത് certain factors we need to consider. The first one is the research objective, second one is population size, third one is margin of error, fourth one is confidence level and the sampling technique. ഏത് തരത്തിലുള്ള സാമ്പിളിംഗ് ടെക്നിക് ആണ്, പലതരത്തിലുള്ള ടെക്നിക്സിനെ കുറിച്ച് നമ്മൾ പഠിച്ചു. സോ ഇതിൽ ഏത് തരത്തിലുള്ള ടെക്നിക്കിലേക്കാണ് നമ്മൾ പോകുന്നത്, ദാറ്റ് ഇസ് ഓൾസോ വെരി ഇമ്പോർട്ടൻറ്റ്. സാമ്പിൾ സൈസ് നമ്മൾ കമ്പ്യൂട്ട് ചെയ്യുമ്പോൾ അതിന്റെ ഫോർമുല പറയുന്നത് z² p into 1 - p by e² ആണ് ബേസിക്കലി വരുന്നത്. സോ ഇത്രയുമാണ് നിങ്ങളുടെ ആ ഒരു മൊഡ്യൂളിൽ വരുന്നത്. സോ ദാറ്റ് മൊഡ്യൂൾ ആ ഏരിയ നിങ്ങൾക്ക് ഫിനിഷ് ചെയ്തിട്ടാണ്. സോ താങ്ക് യു.